മാറിയ ജീവിതശൈലി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അമിത ഉപയോഗവും ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തലുകൾ. ചില ലിപ്സ്റ്റിക്കുകൾ ക്യാൻസറിന് കാരണമാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്താണ് ഇതിലെ വാസ്തവം? ലിപ്സ്റ്റിക് എങ്ങനെ അപകടകരമാകും? ചർമ്മരോഗ വിദഗ്ധയായ ഡോക്ടർ നിത്തു ബി ജോൺസ് പറയുന്നത് കേൾക്കാം. ഇന്നത്തെ കാലത്ത് മേക്കപ്പിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് പാർട്ട് തന്നെയാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. പക്ഷെ ഇത് വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ ലിപ്സ്റ്റിക് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്സ് അല്ലെങ്കിൽ കുറെ നേരം ഈ ചുണ്ടുമായിട്ട് പറ്റിയിരിക്കാൻ വേണ്ടി അതിൽ യൂസ് ചെയ്യുന്ന ചില വസ്തുക്കൾ നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ലിപ്സിന് ചിലപ്പോൾ പറ്റാതെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്സിനകത്ത് സാധാരണ അവര് കുറെ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ചില സാധനങ്ങൾ കാരണമുള്ള റിയാക്ഷൻസ് കാരണം ചുണ്ട് തടിച്ചു വരിക, അല്ലെങ്കിൽ കുറെ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ലിപ്സിന്റെ കളർ വ്യത്യാസം വരിക, അല്ലെങ്കിൽ ഈ ചുണ്ടിൽ നിന്ന് സ്കിന്ന് തന്നെ പീൽ ഔട്ട് ചെയ്ത് വരിക, സ്കിൻ ഒത്തിരി ഡ്രൈ ആവുക, ലിപ്സ് ഒത്തിരി ഡ്രൈ ആവുക, ഇങ്ങനത്തെ ചില റിയാക്ഷൻസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇതാണ്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഇതിൽ ആഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചിലതരം ഈ പാരബെൻസ്, താലേറ്റ്സ് എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് അഡിറ്റീവ്സ് ആയിട്ട് അവർ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കാരണം ഇത് നമ്മുടെ എൻഡോക്രൈൻ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാനും, എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺസിന്റെ കുറച്ച് ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാനും, അത് കാരണം പ്രത്യേക ചേഞ്ചുകൾ നമ്മുടെ ബോഡിയിൽ വരാനും, ഇത് കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളല്ല, കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹോർമോണൽ ഡിസ്ട്രപ്ഷൻ കാരണം അത് കാരണം വേരിയസ് ഹോർമോണൽ ഇംബാലൻസസ് ബോഡിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതല്ലാതെ തന്നെ ഹെവി മെറ്റൽസ് ഉള്ള ലിപ്സ്റ്റിക്സ് ആണെങ്കിൽ, മെർക്കുറി അല്ലെങ്കിൽ ഈ കാഡ്മിയം അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ള ലിപ്സ്റ്റിക് ആണെങ്കിൽ അത് കാരണം നമ്മുടെ ഹെവി മെറ്റൽസ് കാരണം കിഡ്നി ഫെയിലിയർ, അതും ഇതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ അനുഭവപ്പെടുക. മാത്രമല്ല നമ്മുടെ ലിപ്സിൽ നിന്ന് അത് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വയറ്റിനകത്ത് പോകുവാനും അത് കാരണം നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ആവാനുള്ള റിസ്ക് വളരെ കൂടുതലാണല്ലോ. അപ്പൊ അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഒരു ഇത് വരുമ്പോ ഒരു ഇൻടേക്ക് നമ്മുടെ ഇതിൽ നിന്ന് വരുമ്പോഴത്തേക്കുമാണ് ഇങ്ങനത്തെ റിയാക്ഷൻസ് വളരെ കൂടുതലായിട്ട് വരുന്നത്. കിഡ്നി ഫെയിലിയർ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ലെഡ് എന്ന് പറയുന്ന ഒരു ഘടകം ലിപ്സ്റ്റിക്കിൽ ഉണ്ടെങ്കിൽ ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ ബ്രെയിനിന് തന്നെ ഡാമേജ് വരുന്ന ഒരു കണ്ടീഷൻ കാണാറുണ്ട്. സിവിയർ കേസസിൽ എപ്പിലെപ്സി അങ്ങനത്തെ കണ്ടീഷൻസ് വരെ വരാം. ഇത് ഓർമ്മക്കുറവ് അങ്ങനത്തെ കാര്യങ്ങളും കണ്ടുവരാറുണ്ട്. അതല്ലാതെ വേറെ കണ്ടുവരുന്ന കാര്യങ്ങള് ക്യാൻസർ കോസിങ് ഇൻഗ്രീഡിയൻസസ് വരെ ഇതിനകത്ത് കണ്ടുവരുന്നുണ്ട്. ഇപ്പോഴത്തെ ലിപ്സ്റ്റിക്കിനകത്ത് ബിസ്മത്ത് എന്ന് പറയുന്ന ചില കണ്ടന്റ്സ്, പിന്നെ ഈ കാഡ്മിയം, പിന്നെ ചിലതരം ഡൈസ്, അസോ ഡൈസ് എന്ന് പറയുന്ന ചില ഡൈസ് ആണ് ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഡൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഡൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് എങ്കിൽ അത് കുറച്ച് നമ്മുടെ സ്കിന്ന് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുവാണ് എങ്കിൽ നമുക്കത് കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ലിപ്സ്റ്റിക് വാങ്ങിക്കുമ്പോൾ ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇത് എന്താ പറയാ, നമ്മൾ ലിസ്റ്റ് നോക്കി അതിനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇച്ചിരി ഒന്ന് അന്വേഷിച്ചിട്ട് തന്നെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക. കാരണം നമ്മൾ 1-2 ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സേഫ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് വാങ്ങുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഘടകങ്ങൾ നോക്കി തന്നെ വാങ്ങിക്കുക. പിന്നെ അതിനകത്ത് വേറൊരു ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ചില കോമ്പൗണ്ട്സ്, പോളിഇഥിലീൻ ഗ്ലൈക്കോൾസ് എന്ന് പറയുന്ന പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഇപ്പം ചില ലിപ്സ്റ്റിക്സിൽ കാണുന്നുണ്ട്. അത് ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനത്തെ ക്യാൻസേഴ്സ് വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി വരികയാണെങ്കിൽ ആക്ച്വലി പലതരം റിയാക്ഷൻസും, ഇറിറ്റന്റ് റിയാക്ഷൻസ് അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ്, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുത്താം. പിന്നെ ഇത് അകത്ത് പോകുന്നത് കാരണം ബോഡിയിൽ എൻഡോക്രൈൻ ഡിസ്ഫങ്ഷൻസ് വരുത്താം. ക്യാൻസർ അങ്ങനത്തെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാവാം. പക്ഷെ എല്ലാം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നം. പിന്നെ ഇത് അകത്തോട്ടേക്ക് പോകുന്നതോറും അതിന് കൂടുതൽ പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മൾ നോക്കി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയാവുന്ന പാരബെൻസ്, താലേറ്റ്സ് അങ്ങനത്തെ ഘടകങ്ങൾ ഇല്ലാതെ നോക്കി വാങ്ങിക്കുക. പിന്നെ ഈ ഹെവി മെറ്റൽസ്, ഈ ആർസനിക്, മെർക്കുറി, കാഡ്മിയം, പിന്നെ ലെഡ്, അലൂമിനിയം, മാംഗനീസ്, ക്രോമിയം ഇങ്ങനത്തെ കണ്ടന്റ്സ് ഇല്ലാത്ത ലിപ്സ്റ്റിക് വേണം വാങ്ങിക്കാനായിട്ട്. പിന്നെ ഈ അയൺ കൂടുതൽ കണ്ടന്റ് ഉള്ള ലിപ്സ്റ്റിക് ആണെങ്കിലാണ് ചുണ്ട് കറക്കാനുള്ള സാധ്യത കൂടുതൽ. അതും അയൺ നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് ഡാർക്കനിങ് വരും. അപ്പോൾ അത് കാരണമാണ് ചുണ്ടും കറുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിച്ച് നോക്കി വാങ്ങിക്കാം. ഇതാണ് നമുക്ക് കോമൺലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ തന്നെ പലതരം ഘടകങ്ങളും ഉണ്ട്. പക്ഷെ എല്ലാം FDA അപ്രൂവ്ഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ വളരെ സേഫ് തന്നെയാണ്. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് അൺസേഫ് ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സ് അടങ്ങിയ ലിപ്സ്റ്റിക്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹയർ എൻഡും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയും ലിപ്സ്റ്റിക്സ് പർച്ചേസ് ചെയ്യാം. താങ്ക് യു നീതു. അപ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക് വാങ്ങേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി കാണുമല്ലോ. News 3